എനിക്കൊരു ജിഞ്ചർ ബ്രെഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഉണ്ടല്ലേ, എല്ലാ കളറും ഒക്കെ നോക്കുമ്പോൾ. എന്നിവിടെ അട്രാക്ട് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഇത്രയും വലിയ ഇതിൻ്റെ ഇടയിൽ ഇത് അവിടെ നോക്കി ഒരേ ഒരു അവിടെ ആരായിരിക്കും താമസിക്കുക. എന്നെ അട്രാക്ട് ചെയ്യില്ല. സൗദി അറേബ്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹെറിറ്റേജ് വില്ലേജ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. റിജൽ അൽമ വില്ലേജ്. ഇവിടെ കണ്ടോ ഈ ബിൽഡിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റോണും ഇത് വെച്ചിട്ടുണ്ട്, പിന്നെ വുഡും ഒക്കെ വെച്ചിട്ടുണ്ടാക്കി. പിന്നെ 100+ ഇയേഴ്സ് പഴക്കം ചെന്ന ബിൽഡിങ്സ് ആണ്. ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ അസർ റീജിയനിലാണ്. നമ്മുടെ അബഹയിൽ നിന്ന് ഒരു 45 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിജൽ അൽമ എന്ന് പറയുന്ന ഹെറിറ്റേജ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു വേറൊരു കൈൻഡ് ഓഫ് വേൾഡിൽ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് അവിടെ കിട്ടുക. ഈ വില്ലേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റോണും വുഡും ഒക്കെ വെച്ചിട്ടാണ്. മെയിൻലി സ്റ്റോൺ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ പല പോർഷൻസും ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ വില്ലേജിന് ശരിക്കും 900 ഇയേഴ്സോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ടവർ ഹൗസസ് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ റിജൽ അൽമയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമ്മളിവിടെ അബഹയിൽ വന്ന ആ സമയം തൊട്ട് നമുക്ക് ഈ റിജൽ അൽമ വിസിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഡ്രീം തന്നെയായിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ദാറ്റ് ഐ വിസിറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. റിജൽ അൽമ വില്ലേജിൻ്റെ എൻട്രൻസിൽ കയറി അടുത്തോട്ട് പോകാം. ഇതാണ് വില്ലേജ്. ഈ വില്ലേജിൽ അറൗണ്ട് 60 മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ഉണ്ട്, ഫുള്ളി സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഒരു വേറൊരു വേൾഡിൽ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫീലായിരുന്നു. ലൈക്ക് ഇന്നേ വരെ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് പ്ലേസിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടേ ഇല്ല. അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് സ്പോട്സും അവൈലബിൾ ആയിരുന്നു. മ്യൂസിയം കൈൻഡ് ഓഫ് സ്പേസ് ആണ് കേട്ടോ. സോ ഇവിടെ ഒരുപാട് തിങ്സ് ഉണ്ട്, അവിടുത്തെ ഓൾഡ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. വില്ലേജിനകത്തുള്ള മ്യൂസിയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ലൈക്ക് അവിടുത്തെ ഓൾഡ് ട്രഡീഷണൽ ക്ലോത്തിങ്ങും, പിന്നെ ഒരുപാട് ഹൗസ് ഹോൾഡ് ഐറ്റംസ്, പിന്നെ പഴയ കുറേ വെപ്പൺസ്, ഫാമിംഗ് ടൂൾസ്, മാനുസ്ക്രിപ്റ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവോ ഈ വില്ലേജിന് വേറൊരു പേരൂടെ ഉണ്ട് കേട്ടോ, ജിഞ്ചർ ബ്രെഡ് വില്ലേജ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ജിഞ്ചർ ബ്രെഡിൻ്റെ അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ഈ ഒരു ലുക്കൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ, എനിക്കൊരു ജിഞ്ചർ ബ്രെഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഉണ്ടല്ലേ, എല്ലാ കളറും ഒക്കെ നോക്കുമ്പോൾ. എന്നിവിടെ അട്രാക്ട് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഇത്രയും വലിയ ഇതിൻ്റെ ഇടയിൽ ഇത് അവിടെ നോക്കി ഒരേ ഒരു അവിടെ ആരായിരിക്കും താമസിക്കുക. എന്നെ അട്രാക്ട് ചെയ്യില്ല. അതല്ല, വില്ലേജിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഈ മൗണ്ടെയിൻ വ്യൂ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ബ്രെത്ത് ടേക്കിംഗ്. നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും എടുക്കാനായിട്ടുള്ള സ്പോട്സ് അവിടെ ഉണ്ടായിരുന്നു. മൂവി കാണാൻ പോകാം. ഇതിനകത്തൊരു തിയേറ്റർ ഉണ്ട്. സിനിമ വരും, നമ്മൾ പോകാൻ പോകുന്നത്. അതായിരുന്നു സിനിമ. ഇതാണ് റിജൽ അൽമ. അബഹ വിസിറ്റ് ചെയ്യുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ റിജൽ അൽമ. സോ അതായിരുന്നു എൻ്റെ റിജൽ അൽമ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.